ഇത് ആമസോണിൽ നിന്ന് ഞാനിപ്പോൾ വാങ്ങിയതാണ്. 999 രൂപയ്ക്കാണ് ഇത് കിട്ടിയത്. ഇത് പ്രൊജക്ടറിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. ഇവിടെ ഒരു പ്രൊജക്ടർ റൂം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊജക്ടർ വാങ്ങി കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 30 വോൾട്ട് സ്പീക്കർ ഈ ഒരു റേഞ്ചിൽ നോക്കിയതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് കണ്ടത് ഇതാണ്. ഈ ഒരു റേറ്റിൽ നമുക്ക് 30 വോൾട്ടിൻ്റെ വേറെ ഒന്നും കിട്ടുന്നതുമില്ല. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന ഒരു സൗണ്ട് ബാറാണിത്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റിയും ഇതിനുണ്ട്. ഡാക്സ് കേബിളിന് കുറച്ചുകൂടി നീളം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി. വേറെ പ്രത്യേകിച്ച് ഇതിന് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. ഇത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കുണ്ട്, അതുപോലെ തന്നെ ഒരു സ്ലിം ഡിസൈനാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ രണ്ട് വശത്തും ത്രികോണാകൃതിയിലുള്ള ഒരു ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റും. ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ ആക്സ് കേബിൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ടൈപ്പ് സി ചാർജിങ് കേബിൾ വരുന്നുണ്ട്, ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ വാറൻറ്റി കാർഡും വരുന്നുണ്ട്. ഇത് ചാർജ് ഇടുന്ന സമയത്ത് ഒരു റെഡ് കളർ LED കത്തിക്കൊണ്ടിരിക്കും. ഫുൾ ചാർജ് ആകുമ്പോഴേക്കും അത് ഓഫാകും. ഇതിൽ ഓൺ ഓഫ് സ്വിച്ച് ഒരെണ്ണം വരുന്നുണ്ട്, അതുപോലെ തന്നെ ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് സി പോർട്ട് ഇതിൽ വരുന്നുണ്ട്, അതുപോലെ USB-യും ആക്സ് കേബിൾ കൊടുക്കുന്നതിനുള്ള ഒരു പോർട്ടും ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗത്തോട് തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റി സ്കിഡ് റബ്ബർ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പീക്കർ ഒരിടത്ത് കറക്റ്റായിട്ട് ഇരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടൺസ് വരുന്നുണ്ട്, വോളിയം ബട്ടൺ വരുന്നുണ്ട്. ഇത് ഇതിൻ്റെ RGB ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫാക്കി വെക്കാൻ സാധിക്കും. ഇതിൻ്റെ മോഡുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. ഇതിൻ്റെ കണക്ടിവിറ്റി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ആക്സ് ആണെങ്കിലും USB ആണെങ്കിലും നിങ്ങൾക്ക് മാറ്റുന്നത് ഇതിലൂടെയാണ്. ഇത് നിങ്ങൾക്ക് സോങ് ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വോളിയം കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും 2 സ്പീക്കറുകൾ വീതം ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇതിൻ്റെ ഒരു ബ്രാൻഡിങ് വരുന്നുണ്ട്. ഈ സൗണ്ട് ബാർ ഓൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ താഴെയായിട്ട് നമുക്ക് RGB ലൈറ്റുകൾ പ്രകാശിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പല കളറുണ്ട്, ചുവപ്പ്, പർപ്പിൾ, പച്ച, പിങ്ക് പോലെയുള്ള പല കളറുകളിലായിട്ടാണ് ഇത് വരുന്നത്. കാണാൻ നല്ല അട്രാക്റ്റീവും അതുപോലെ തന്നെ ഒരു പ്രീമിയം ലുക്കും നമുക്ക് നൽകുന്നുണ്ട്. ഇത് ആവശ്യാനുസരണം ഈ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മോഡുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. പല പല കളറുകളിൽ ഇത് വരും. ഇത് ഓഫ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഓഫ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബാക്കപ്പ് കിട്ടും. അപ്പോൾ ഇതിൽ 30 വാട്ടിൻ്റെ ഔട്ട്പുട്ടാണ് ഇതിൽ വരുന്നത്. 16 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് ഇതിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2000 mAh ഒരു ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കമ്പനി പറയുന്നത് 60% വോളിയത്തിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ 16 മണിക്കൂർ വരെ ബാക്കപ്പ് കിട്ടുമെന്നാണ്. ഇത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറോളം എടുക്കും. ഞാനിത് 100% വോളിയത്തിൽ ഒരു 4 മണിക്കൂർ പ്ലേ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരു 10-15% ബാറ്ററി മാത്രമേ ഇതിൽ ആയിട്ടുള്ളൂ. അപ്പോൾ അത്രയും ഒരു ബാക്കപ്പ് ഇതിൽ കിട്ടുന്നുണ്ട്. കമ്പനി പറയുന്നതിൻ്റെ ഏകദേശ ബാക്കപ്പുകളൊക്കെ ഇതിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബാസും ട്രബിളും കാര്യങ്ങളും എല്ലാം ഇതിലുണ്ട്. സൗണ്ട് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. ഇതിൻ്റെ പർച്ചേസിംഗ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഇപ്പോൾ ഓഫറുകളുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.